വെൽക്കം ബാക്ക് ടു ചിറ്റ്ചാറ്റ് മലയാളം പോഡ്കാസ്റ്റ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ചിറ്റ്ചാറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുൻപത്തെ എപ്പിസോഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇത്തവണ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മഹാഭാരതം കഥയും ജീവിതവും എന്ന സദ്ഗുരുവിൻ്റെ ആർട്ടിക്കിളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സാക്ഷാൽ ഗണപതിയാണ് മഹാഭാരതം എഴുതിയെടുത്തത്. മൂലരൂപത്തിൽ 2,00,000-ലധികം ശ്ലോകങ്ങൾ. വ്യാസമഹർഷിക്ക് മഹാഭാരതം കഥ പറയണമെന്ന് ശക്തമായൊരു ഉൾപ്രേരണയുണ്ടായി. എന്നാൽ അത് എഴുതിയെടുക്കുവാൻ സർവ്വതാ പ്രാപ്തനായ ഒരാൾ വേണം. അതിന് ഗണപതിയേക്കാൾ യോഗ്യനായ ഒരാൾ വേറെയില്ല. ആ കാര്യത്തിൽ വ്യാസന് സന്ദേഹമുണ്ടായിരുന്നില്ല. പക്ഷെ ഗണപതിക്ക് അക്കാര്യത്തിൽ അത്ര രസം തോന്നിയില്ല. അതൊക്കെ പണ്ഡിതന്മാർക്കും വിദ്വാൻമാർക്കും യോജിച്ച പണിയാണ്. എന്നാലും സമ്മതിച്ചു. ഞാൻ എഴുതാൻ തുടങ്ങിയാൽ അങ്ങ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു നിമിഷ നേരം പോലും ഇടയുണ്ടാവരുത്. അങ്ങ് ശങ്കിച്ച് നിന്നാൽ ഞാൻ അതോടെ പണി നിർത്തിപ്പോകും. ഞാനൊരു വാക്ക് എഴുതുമ്പോൾ അടുത്ത വാക്ക് അതിൻ്റെ തൊട്ടുപുറകിലുണ്ടാവണം. എനിക്ക് ഇടവേള ലഭിക്കാത്ത വിധം അനുസ്യൂതമായി ഒഴുകണം അങ്ങയുടെ കഥാഖ്യാനം. അതിന് തയ്യാറാണോ? സന്തോഷം, വ്യാസൻ സമ്മതിച്ചു. പക്ഷേ ഒന്നുണ്ട്, ഇത് ഞാൻ കെട്ടിച്ചമയ്ക്കുന്ന ഒരു കഥയല്ല. ഈ കഥ ജീവനോടെ എൻ്റെ ഉള്ളിലുണ്ട്. ഞാനതിനെ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അങ്ങൊരു വ്യവസ്ഥ പാലിക്കണം. സ്വയം ആശയം മനസ്സിലാക്കാതെ ഒറ്റ വാക്കുപോലും എഴുതരുത്. ആ വ്യവസ്ഥ വളരെ ബുദ്ധിപൂർവ്വം മെനഞ്ഞെടുത്തതാണ്. രണ്ടുപേർക്കും പ്രയോജനപ്രദമായിരുന്നു അത്. 2,00,000-ൽ പരം ശ്ലോകങ്ങളടങ്ങിയ മഹാഭാരത കഥ വ്യാസൻ പറയാൻ തുടങ്ങി. 100 കണക്കിന് സന്ദർഭങ്ങൾ, കഥാപാത്രങ്ങൾ. അവരാരും തന്നെ ഇടയ്ക്ക് വന്നു പോകുന്നവരല്ല. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ സമസ്ത വശങ്ങളും ഭാവങ്ങളും അത്യന്തം വിശദമായി വർണ്ണിക്കുന്നുണ്ട്. അവരുടെ ജനനം, ബാല്യം, വിവാഹം, വാനപ്രസ്ഥകാലം, അവരനുഷ്ഠിച്ച സാധനകൾ, അതിൻ്റെ ഫലങ്ങൾ, അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ക്ലേശങ്ങളും, മരണം, അങ്ങനെയെല്ലാം. പലരുടെയും പൂർവ്വജന്മവും അനന്തരജന്മവും കൂടി കഥയിൽ വിഷയമായി വരുന്നു. ഗ്രീക്ക് പുരാണങ്ങളായ ഒഡീസിയും ഇലിയഡും ചേർത്തുവെച്ചാൽ അതിലും 10 ഇരട്ടി ദൈർഘ്യമുള്ളതാണ് മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല. അതിൻ്റെ സാരം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ട് 5000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ജനങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് മൂഢതയാണ്. അതൊട്ടും തന്നെ ന്യായമല്ല. ഒരു കാര്യം തീർച്ച, അവർ ഇപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ ശ്രമിച്ചാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും ഭയാനകമായിരിക്കും. ഇന്നത്തെ നമ്മുടെ സ്ഥിതി അത്രയ്ക്കും കൊളരുതാത്തതാണ്. ശരിതെറ്റുകളും നന്മ തിന്മകളൊന്നുമല്ല വിഷയം. മനുഷ്യ സ്വഭാവത്തിൻ്റെ ഉള്ളറകളിലേക്ക് മഹാഭാരതത്തിൽ എന്ന പോലെ മറ്റെവിടെയും ആരും ഒരു കാലത്തും കടന്നു ചെന്നിട്ടില്ല. ഇത് അത്യന്തം സൂക്ഷ്മമായ ഒരു അന്വേഷണ സഞ്ചാരമാണ്. മഹാഭാരത കഥ ആദ്യമായി പറഞ്ഞ വ്യാസൻ അതൊരു വെല്ലുവിളിയായാണ് ഏറ്റെടുത്തത്. കാരണം ആ കഥ എന്നെന്നും നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിൽ പിന്നീട് ആയിരക്കണക്കിന് പേർ അവരുടേതായ രീതിയിൽ മാറ്റങ്ങളും പുതുമകളുമായി മഹാഭാരതം കഥ എഴുതിയിട്ടുണ്ട്. പല പ്രദേശങ്ങളിൽ, പല സമുദായങ്ങളിൽ, പല സാമൂഹ്യ സ്ഥിതികളിൽ പല പല മഹാഭാരതങ്ങൾ. എങ്കിലും പ്രധാന കഥാതന്തുവിന് കളങ്കം സംഭവിച്ചിട്ടില്ല. ഓരോരുത്തരും തനതായ രീതിയിൽ അതിനെ കൂടുതൽ സമ്പന്നമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഥ പറയുന്ന ഓരോ വ്യക്തിയും തൻ്റെ മുമ്പിലിരിക്കുന്ന ജനസമൂഹത്തിൻ്റെ രുചിഭേദത്തിനനുസരിച്ച് കഥയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായി കാണാം. പുതുമകൾ തുന്നിച്ചേർത്തിട്ടുള്ളതായും കാണാം. എന്തൊക്കെയായാലും കഴിഞ്ഞ 5000 വർഷങ്ങൾക്കിടയ്ക്ക് ഒരാളും ഒരു വിധത്തിലും ആ മൂലകഥയ്ക്ക് ദോഷം വരുത്തിയിട്ടില്ല. അതിനർത്ഥം അതിനെ വിലയിരുത്താൻ ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ വില നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നു തന്നെ. കഥയിലെ നല്ലവനാര് കെട്ടവനാര് എന്ന് ചിന്തിച്ചും തർക്കിച്ചും സമയം പാഴാക്കരുത്. അതല്ല അതിൻ്റെ സാരം. അവരൊക്കെയും കേവലം മനുഷ്യർ മാത്രമാണ്. നല്ലതും ചീത്തയും ശരിയും തെറ്റും അതല്ല വാസ്തവത്തിൽ ധർമാധർമ്മങ്ങൾ. രാജാക്കന്മാരോ പുരോഹിതന്മാരോ പൗരജനങ്ങളോ അനുവർത്തിക്കേണ്ട ശീലങ്ങളോ നയങ്ങളോ പ്രമാണങ്ങളോ അല്ലാതെ അത് സനാതനമായ ഒരു നിയമമാണ്. അതിനെ ആഗ്രഹിക്കുന്നവനെ അത് സത്യങ്ങളിലേക്ക് നയിക്കുന്നു. മഹാഭാരത കഥ ഉൾക്കൊള്ളാൻ നിങ്ങൾക്കായാൽ അതുതന്നെ വലിയൊരു സാധനയാണ്. അതേസമയം അതിനെ വിലയിരുത്താനാണ് ശ്രമിക്കുന്നതെങ്കിലോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന് തീർച്ച. കാരണം നല്ലതേത് കെട്ടതേത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനാവില്ല. എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്നും തീരുമാനിക്കാനാവില്ല.
ഗൃഹസ്ഥനായി കഴിയണോ അതോ വാനപ്രസ്ഥം സ്വീകരിക്കണമെന്നോ ഉറപ്പിക്കാനാവില്ല. യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനാവില്ല. എന്നാൽ മഹാഭാരത സാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒന്ന് തീർച്ചയായും വ്യക്തമാകും. ധർമ്മം മനുഷ്യനെ ഈശ്വരതയിലേക്ക് നയിക്കുന്നു. അതില്ല എങ്കിൽ ജീവിതം നരകത്തിലേക്കുള്ള ഒരു ചുറ്റുകോണിയാകും. ഇന്ന് ഏറെയും കാണുന്നത് അതാണ്. മഹാഭാരതം എങ്ങനെ അവസാനിക്കുന്നു എന്ന കാര്യം മറന്നേക്കൂ. സ്വന്തം ജീവിതത്തിൻ്റെ സത്തും സൗന്ദര്യവും കണ്ടെത്തണമെങ്കിൽ അവസാന ഫലം എന്താകുമെന്ന ആശങ്ക കൂടാതെ അതിനെ അതിൻ്റേതായ രീതിയിൽ കണ്ടു മനസ്സിലാക്കണം. ഓരോ കഥയും വലിയൊരവസരമാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ ആ പടക്കളത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാം. എല്ലാവരും മഹാഭാരത കഥ ആവശ്യമായും വായിച്ചിരിക്കേണ്ടതാണ്. കാരണം മനുഷ്യൻ്റെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നത് ഏറെയും അവൻ്റെ വിചാരവികാരങ്ങളാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ ലിസണിങ് ചിറ്റ്ചാറ്റ് മലയാളം പോഡ്കാസ്റ്റ്. See you soon.